ആദ്യം നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ വിവരം നോക്കാം. മഴ എങ്ങനെയാണ്? അടുത്ത 5 ദിവസം കൂടി കേരളത്തിൽ മഴ ഉണ്ടാകുമോ? അതിനകം തന്നെ കാലവർഷം എത്തിച്ചേരുമോ എന്നൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. അതിൻ്റെ കാലാവസ്ഥ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വിവരങ്ങൾ എങ്ങനെ നോക്കാം. സംസ്ഥാനത്ത് ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നു. അത് തുടരുക തന്നെയാണ്. TS ഹരീഷ് വിവരങ്ങൾ നൽകും. ഹരി, ഈ വേനൽ മഴ തന്നെ അങ്ങ് പോയില്ല, അതിനു മുൻപേ കാലവർഷം വരുമോ? ഇത് എത്രത്തോളം ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ്? അതിശക്തമായ മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വേനൽ മഴയുടെ ഭാഗമായി പെയ്തത്. ഇപ്പോൾ ഒരു ചെറിയൊരു ഇടവേളയുണ്ട്. മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. മെയ് 31 കൂടി കാലവർഷം എത്തുമെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് അടുത്ത 5 ദിവസത്തിനുള്ളിൽ, അതായത് മെയ് 31 അതിനു മുൻപോ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നത്. ഈ ആഴ്ചത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുകൾ അനുസരിച്ച് ഇന്നിപ്പോ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും എറണാകുളത്തും യെല്ലോ അലർട്ടാണ്. നാളെയും ഈ മഴ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. മറ്റന്നാൾ മുതൽ 29, 30, 31 തീയതികളിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാകും, പക്ഷെ ഒരു ആശങ്കപ്പെടേണ്ട സ്ഥിതി ഇപ്പോൾ ഇല്ല. മറ്റൊരു അറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ഇത്തവണത്തെ കാലവർഷം ശരാശരിയിൽ കൂടുതൽ മഴ ഇപ്രാവശ്യം ലഭിക്കാനാണ് സാധ്യത. അതായത് കാലവർഷം കൂടുതൽ കനത്ത് പെയ്യുമെന്ന് പറയാം. അതായത് കനത്ത് പെയ്യുമെന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് ദിവസങ്ങളിൽ കൂടുതൽ മഴയാണെങ്കിൽ വീണ്ടും ഒരു പ്രളയസമാനമായ സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്കയൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ വേനൽ മഴയിൽ തന്നെ കുറച്ച് ദിവസം ഒന്ന് മഴ പെയ്തപ്പോഴേക്കും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോടൊക്കെ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി, ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള നിവൃത്തിയില്ലായ്മ നമുക്ക് വീണ്ടും അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.